ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ. ഇന്ന് 12-ാം തീയതിയാണ്. നിഫ്റ്റിയിലെ ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 23,258 അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 22,970 നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. നമ്മളാ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ടാണ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മളിന്നൊരു ട്രേഡ് എടുത്തിരുന്നു. അത് ഏകദേശം അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ശേഷം രണ്ടാമത് നമ്മളൊരു റീടെസ്റ്റ് ട്രേഡ് എടുത്തിരുന്നു. അത് SL ഹിറ്റ് ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്ന് പറയാം. ഈ ഒരു ഫസ്റ്റിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ കണ്ടപ്പം ബയ്യേഴ്സിൻ്റെ ഒരു ഇത് കിട്ടിയായിരുന്നു. അപ്പം ആ ഒരു സെക്കൻഡ് ക്യാൻഡിൽ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു. 23,500 ഒരു കോൾ ഓപ്ഷനാണ് നമ്മളെടുത്തത്. അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വൈറ്റ് ലൈൻ ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തത്. നമ്മളൊരു ഔട്ട് ഓഫ് ദി മണിയുടെ ഒരു പ്രീമിയം ആയതുകൊണ്ട് നമുക്ക് ഏകദേശം അതിൽ നിന്നും ഒരു 5 പോയിൻറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് ഏകദേശം ഒരു 40 പോയിൻറ്റോളം നമുക്ക് പ്രീമിയത്തിൽ കിട്ടിയിരുന്നു. പക്ഷേ നമ്മൾ 5 പോയിൻറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് ആ ഒരു മുകളിൽ വരെ പോയിരുന്നു. പക്ഷേ നമ്മൾ അതിന് മുമ്പ് ആ ഒരു വൈറ്റ് ലൈൻ എത്തിയപ്പോൾ തന്നെ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തിരുന്നു. ആ ഒരു റേഞ്ച് നമ്മൾ എക്സിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം രണ്ടാമത് നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു. അവിടെ റീടെസ്റ്റ് പാറ്റേൺ കണ്ടപ്പം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ടു. അതിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പം നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് നല്ലൊരു പൊസിഷണൽ ട്രേഡായിരുന്നു. ഏകദേശം ഒരു ലോങ് വ്യൂ ആണ് നമ്മൾ, കാരണം എക്സ്പയറിക്ക് വേണ്ടിയാണ് എടുത്തത്. ഇന്നത്തെ ഡേ ലോ ആയിരുന്നു നമ്മൾ SL ആയിട്ട് വെച്ചത്. 23,400 ഒരു കോൾ ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ അവിടെ നിന്നും മാർക്കറ്റ് ഏകദേശം ഒരു 20 പോയിൻറ്റോളം തന്നിട്ട് നമ്മുടെ SL ഒന്ന് ഹിറ്റ് ആവുകയാണ് ചെയ്തത്. SL എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 പോയിൻറ്റോളം ഉണ്ടായിരുന്നു. നമ്മൾ 110-നകത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു എൻ്റർ ചെയ്തത്. 50.56 57 എങ്ങാണ്ടാണ് നമ്മൾ SL വെച്ചത്. അത് SL ഹിറ്റായി. പക്ഷേ എൻ്റെ വ്യൂ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷാണ്. നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് നാളെ എനിക്ക് തോന്നുന്നു ഒരു ബുള്ളിഷ് വ്യൂ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ. ഇപ്പം മാർക്കറ്റ് ഇതാണ്, 2 സപ്പോർട്ട്, നിയറസ്റ്റ് ആയിട്ടുള്ള 2 സപ്പോർട്ടാണിത്. അപ്പം ഈ ഒരു ഏരിയയിൽ നാളെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വ്യൂ. അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്നും ഒരു കോൾ ഓപ്ഷൻ എക്സ്പയറിക്ക് വേണ്ടി എടുത്തത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് നമ്മുടെ SL ഹിറ്റാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഒരു സപ്പോർട്ടിൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ച് കാണിക്കാം. ഓക്കെ, മാർക്കറ്റും ഇപ്പോഴും സ്റ്റിൽ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ്. ഇന്നത്തെ ഒരു ഡേ ഹൈ വരെയൊക്കെ പോവും മാർക്കറ്റ്. നാളെ ഒരു സപ്പോർട്ട് ഏരിയ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു വെറും എക്സ്പെക്റ്റേഷനാണ്. നാളെ മാർക്കറ്റ് സംഭവിക്കണമെന്നില്ല. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോവാം. ആ ഒരു റെഡ് ലൈനിൻ്റെ താഴെയായിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകാം. നാളത്തെ റെഡ് ലൈൻ ഇതൊന്നുമല്ല, നമ്മളത് വരച്ച് നോക്കിയിട്ടില്ല. വരച്ച് നോക്കിയിട്ട് ഇടാം, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഓക്കെ, അപ്പം നാളത്തെ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അപ്സൈഡ് ഡൗൺ സൈഡ് ഇങ്ങനെ ഒരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റിലാണ് നിഫ്റ്റി ഇപ്പോൾ പോകുന്നത്. നാളെ എനിക്ക് തോന്നുന്നു നാളെ ആ ഒരു വൈറ്റ് ലൈൻ വരെ പോകാം, ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ, പോകാം എന്നേ പറയുന്നുള്ളൂ. അപ്പം നിഫ്റ്റിയുടെ കേസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇതൊന്ന് നോക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണെന്ന്. ഇത് നാളത്തേക്കുള്ള നമ്മളൊരു ഗ്രീൻ ലൈൻ റെഡ് ലൈനൊന്നും അല്ല, ഇപ്പം ഞാൻ ഒരു അനലൈസ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുമ്പം ബാങ്ക് നിഫ്റ്റിയിൽ എന്നൊരു വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് 49,433, റെഡ് ലൈൻ എന്ന് പറയുന്നത് 50,987. ബാങ്ക് നിഫ്റ്റിയിലൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നും 9:30 ഒരു ക്യാൻഡലിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും ഏകദേശം ഒരു 1% മൂവ്മെൻ്റ് ആയുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ. അതിനുശേഷം വലിയൊരു മൂവ്മെൻ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഞാനിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആ ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ടൈമിലാണ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നത്. അതിന് ശേഷം മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്യാൻഡിലുകളൊന്നുമല്ല ഫോം ചെയ്തേക്കുന്നത്.
എനിക്ക് തോന്നുന്നു വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഈ റേഞ്ചിലാണ് കളിക്കുന്നത്. ഏകദേശം ഒരു 49,653 50,261 ആ ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നത്. ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്, ഒരു സൈഡ് വേസ് എന്ന് പറയാം നമുക്ക് കറക്റ്റായിട്ട്. ഒരു അപ്പ് സൈഡ് അല്ല, ഒരു അപ്പ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ഒന്നും അല്ല. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഒരു സൈഡ് വേസ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ മാർക്കറ്റ് ആ ഒരു ബ്രേക്ക് ചെയ്ത് അങ്ങനെ റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്പ് ട്രെൻഡ് കിട്ടൂ. ഡൗൺ ട്രെൻഡ് അതേപോലെ നമ്മുടെ ഒരു താഴെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ഗ്രീൻ ലൈൻ ഉണ്ട് അവിടെ. ആ ഒരു ലൈനിൻ്റെ താഴെ ബ്രേക്ക് ചെയ്താലേ ഒരു ഡൗൺ സൈഡും കിട്ടും. അപ്പോൾ സ്കാൽപ്പിങ്ങിന് വേണ്ടി നാളെ ഈ ഒരു ലെവലുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം നാളത്തേക്കിനുള്ള നമ്മുടെ ഒരു റെഡ് ലൈനും ഗ്രീൻ ലൈനും നമ്മുടെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും കയറി കണ്ട് അതുപോലെ തന്നെ വരച്ച് ട്രേഡുകൾ എടുക്കുക. സ്കാൽപ്പിംഗ് ട്രേഡുകൾ നാളെ ബാങ്ക് നിഫ്റ്റി കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ രീതിയിൽ നോക്കുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. രാവിലെ മോർണിംഗിൽ പറഞ്ഞായിരുന്നു 23,500 ഒരു കോൾ ഓപ്ഷൻ 39 രൂപയ്ക്ക് വാങ്ങിക്കാൻ, 28 രൂപ സെല്ല്. ടാർഗറ്റ് നമ്മുടെ ഒരു റെഡ് ലൈനിൻ്റെ മുകളിലുള്ള വൈറ്റ് ലൈനാണെന്നാണ് പറഞ്ഞത്. സ്കാൽപ്പിംഗ് ട്രേഡ് 5 പോയിൻറ്റ്, സമയം 9:20 അത് ഏകദേശം ഒരു 39 രൂപ 44 രൂപ പോയി. സ്കാൽപ്പിംഗ് ഡൺ എന്ന് പറഞ്ഞിട്ടിരുന്നു, കാരണം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു 23,500 കോൾ ഓപ്ഷൻ. കാരണം ആ ഒരു വൈറ്റ് ലൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വൈറ്റ് ലൈൻ അവിടം വരെ എത്തി. പിന്നീട് ഞാൻ പറഞ്ഞു എക്സിറ്റ് ആകാത്തവർ ട്രailing സെല്ല് വയ്ക്കുക. പേഴ്സണൽ ട്രേഡിങ് ഞാൻ സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. വൈറ്റ് ലൈൻ ടാർഗറ്റ് വെച്ചു, 5 പോയിൻറ്റ് കിട്ടി, എക്സിറ്റ് ആയി എന്നാണ് ഒരു സ്റ്റോറിയിൽ പറഞ്ഞത്. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പം ഒരു റീടെസ്റ്റ് കണ്ടപ്പം ഞാൻ പറഞ്ഞു റീടെസ്റ്റ് നടത്തുവാണോ എന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാമെന്നാണ് പറഞ്ഞത്. ശേഷം നമ്മൾ രണ്ടാമതൊരു ട്രേഡാണ് 23 ആളുകൊണ്ട് ഒരു കോൾ ഓപ്ഷൻ, ഒരു പൊസിഷണൽ ട്രേഡ് എടുക്കാൻ പറഞ്ഞിരുന്നു. SL കിട്ടിയ ട്രേഡ്. ടാർഗറ്റ് 130 140 എടുക്കുക, അല്ലെങ്കിൽ 186 ഞാൻ എക്സ്പെക്റ്റേഷൻ ചെയ്തെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു പാറ്റേൻ്റെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് വെച്ചാണ് എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു ട്രേഡ് SL ഹിറ്റ് ചെയ്തു. ഓക്കെ.